your attendance, please. Mark your attendance, please. Okay. Nihari and Navami and only 2 persons. Only then what happened? Muhammad Shasin. Are you ready? Okay. We can take the second chapter. I think we have already completed this chapter. So, it is only a revision for you. Today we will cover this whole chapter, chapter 2. And I hope I can send you the note next day. That means on Wednesday. Clear? Okay. So, then you will have class only next Monday and Tuesday. Before that, you have to complete that note, and which students which those depend only on online class can send a note. Otherwise, other students can bring note to the class. Okay? Shreya Biju, please turn on your video. Shreya Biju. Okay, good. Next, only 5 participants. Okay, let's take chapter 2, the right clothes to wear. Okay? ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം ആശ്രയിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട് ബുക്ക് ലിസൺ കെയർഫുള്ളി those students depend only on online class must send their note okay through WhatsApp. Clear? And others can bring note to the class. Then all of you take lesson number 2, the right clothes to wear. Long ago, when humans live in caves, they used animal skin, leaves and the bark of trees to cover themselves. That means before we find clothes or before mankind learned to weave or tailoring, humankind used skin and leaves and barks of trees to cover themselves. We know what are the uses of dress. Why we wear dress? Why? What is the reason? Okay, Muhammad Shasin, can you say? Unmute yourself. Unmute. Miss option തരുന്നുണ്ട്. Try to unmute. Unmute ചെയ്തേ മോനെ. Okay, then. To protect them Ourselves from dirt. From dirt, then Cold and heat. good, cold, heat. Okay, so in ancient years, before we use clothes to protect our body, human beings used skin, leaves and barks of tree. What is meant by barks of tree? What is meant by barks of tree? മരത്തിൻ്റെ തോലല്ലേ പല എല്ലാ മരത്തിൻ്റെയും അല്ല ചില റഫ് ഉള്ളതല്ല നമുക്ക് പിന്നെ സ്മൂത്തായ പല മരത്തിൻ്റെയും തോലുകളൊക്കെ അതായത് സ്കിന്ന് അത് ഈ ആനിമൽസ് സ്കിന്നൊക്കെ ഉപയോഗിച്ചും അതുപോലെ ലീവ്സ് ഇലകൾ കൂട്ടിച്ചേർത്തുമൊക്കെയാണ് മനുഷ്യന്മാർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ അത് ഏർലി സ്റ്റേജിൽ ഉപയോഗിച്ചിരുന്നത്. ഗ്രാജുവലി ദേ ലേൺ ദ ആർട്ട് ഓഫ് വീവിങ് ആൻഡ് സ്റ്റിച്ചിങ് ക്ലോത്ത്. ആവശ്യങ്ങൾ കൂടി വന്നപ്പോൾ സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ ദേ ലേൺ ഹൗ ടു സ്റ്റിച്ച് ഓർ വീവ് ക്ലോത്ത്.
അല്ലേ, നെയ്തെടുക്കാനും അതിനെ ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും മനുഷ്യന്മാർ ആവശ്യങ്ങളാണല്ലേ, ആവശ്യങ്ങൾ വരുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നതാണല്ലേ. സോ അങ്ങനെ ആദ്യം ആ ലീവ്സും സ്കിന്നും ബാർക്സ് ഓഫ് ട്രീസ് ഉപയോഗിച്ചിരുന്ന മനുഷ്യന്മാരെ വീവിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിച്ച ശേഷം ഇപ്പം നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അല്ലേ. ജൊഹാന, ലിസൺ ഹിയർ. ഡാൻസ് കളിക്കുകയാണോ? ലിസൺ ഹിയർ. ഓക്കെ. അപ്പോൾ പലതരത്തിലുള്ള അല്ലേ ഏതെല്ലാം മോഡൽസ് ഡ്രസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ആദ്യകാലത്ത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് ലീവ്സും ബാഗ്സും അതുപോലെ സ്കിൻ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. We need clothes all time. We need clothes all the time. Clothes for home, clothes for school, clothes for play, clothes for party and clothes for sleeping in. കണ്ടോ? We need clothes all the time. നമുക്ക് ശരീരത്തിൽ ഡ്രസ്സ് ഇല്ലാതിരിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ പണ്ട് കാലത്തുള്ള ആൾക്കാർ വളരെ അങ്ങനെ നടന്നിരുന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് ഒരു നിമിഷം പോലും അത് പറ്റില്ല അല്ലേ. ഓരോന്നിനും പക്ഷെ അതിന് യോജിച്ച ഡ്രസ്സും വേണം അല്ലേ. ഇപ്പം മാസ്ക് ഇല്ലാണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആയി മാസ്ക് ധരിക്കുന്നല്ലേ. ഇപ്പം മാസ്ക് ഇല്ലാണ്ട് പുറത്തിറങ്ങുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നൂലേ. അത് നമുക്കൊരു ഹാബിറ്റായി മാറി. ക്ലിയർ? ഓക്കെ. അപ്പോൾ വി നീഡ് ക്ലോത്ത്സ് ഓൾ ദ ടൈം. ക്ലോത്ത്സ് ഫോർ ഹോം, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കും അല്ലേ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് പുറത്ത് കൊണ്ടുപോകുന്നത് അല്ല. നമ്മൾ വീട്ടിൽ നമുക്ക് കംഫർട്ടബിൾ ആയ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അധികം ടൈറ്റൊന്നും ഇല്ലാതെ അധികം പെട്ടെന്ന് മുഷിയാത്ത അങ്ങനത്തെ കംഫർട്ടബിൾ ഡ്രസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോവുമോ? ആ ഡ്രസ്സ് ഉപയോഗിച്ച് പാർട്ടിക്ക് പോവോ? ഒരു കല്യാണത്തിന് പോവോ? ഒരു ചടങ്ങിന് പോവോ? ഇല്ല അല്ലേ. സോ ദെൻ ക്ലോത്ത്സ് ഫോർ ഹോം, വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. ദെൻ ക്ലോത്ത്സ് ഫോർ സ്കൂൾ അല്ലേ. സ്കൂളിൽ യൂണിഫോം ഉണ്ട് അല്ലേ. എല്ലാ കുട്ടികളും ഒരുപോലെ ഉപയോഗിക്കണം. ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് സ്കൂൾസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിഫോം. വൈ 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 because it helps to identify or recognize students which school they belongs. ഏത് സ്കൂളിലാണ് ആ കുട്ടികളെന്ന് നമുക്ക് യൂണിഫോം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സ്കൂളിലെ പോലെ യൂണിഫോം അല്ല, കുറേ ഉണ്ടാവും, ഒരേ യൂണിഫോം ഉണ്ടാവും, പക്ഷെ അത് വളരെ കുറവാണ്. ജൊഹാന, ബിജു, ഓക്കെ, ഗുഡ്. only 6 participants. ഓക്കെ. അപ്പോൾ ഓരോ സ്കൂളിനും പല മോഡലിലുള്ള ഏകദേശം മോഡൽ ഒന്നുപോലെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയ കളേഴ്സ് ആയിട്ടുള്ള യൂണിഫോം ആയിരിക്കും. ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് ഈസിലി. ദെൻ ക്ലോത്ത്സ് ഫോർ പ്ലേ അല്ലേ. കളിക്കാൻ നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇടുക അല്ലേ. വീട്ടിൽ നിന്ന് ഡ്രസ്സാണോ കളിക്കാൻ പോകുമ്പോൾ ഇടുന്നത്? അല്ലല്ലേ. കളിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിന് യോജിച്ചതായ ഏത് കളിയാണോ അതിന് യോജിച്ച ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കും അല്ലേ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ക്ലോത്ത്സ് ഫോർ എ പാർട്ടി അല്ലേ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കോസ്റ്റ്ലി ആയ അല്ലേ ഷൈനിങ് ഒക്കെയുള്ള നല്ല മനോഹരമായ ഡ്രസ്സുകളാണ് നമ്മൾ പാർട്ടിക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എടുത്ത് പാർട്ടിക്ക് പോകുമാരെങ്കിലും ഇല്ലല്ലേ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ പാർട്ടിക്ക് പോവില്ല. സോ ആൻഡ് ക്ലോത്ത്സ് ഫോർ സ്ലീപ്പിംഗ് ഇൻ, ഉറങ്ങാൻ നേരത്തും അതിന് കംഫോർട്ടബിൾ ആയ ഡ്രസ്സാണ് അല്ലേ. നമ്മുടെ അമ്മമാർക്ക് നൈറ്റി അല്ലേ. നൈറ്റി എന്താണ്? മുഹമ്മദ് ഷിയാദിൻ്റെ ഒരു ഫോട്ടോ വരുന്നില്ലല്ലോ ഇവിടെ. മുഹമ്മദ് ഷിയാദ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് ഇവിടെ വരുന്നത്. മോളുടെ പേരെന്താ? മുഹമ്മദ് സിയാദിന്റെ പേരിൽ കയറുന്ന കുട്ടിയുടെ പേരെന്താ? പോയോ? പേരെന്താ? പേരടിച്ചേ, ചാറ്റ് ബോക്സിൽ പേരടിച്ചേ. സഫ. ഓക്കെ, നിങ്ങളുടെ പേര് തന്നെ കയറണം കേട്ടോ, സഫ. Then we need clothes for different seasons അല്ലേ. ഡിപ്പെൻഡ് അപ്പോൺ ദ സീസൺ. അതായത് ഹോട്ട് ക്ലൈമറ്റിൽ വളരെ ചൂടുള്ള സമയത്ത് നമ്മൾ അധികം കട്ടി കൂടിയ വൂളൻ ഡ്രസ്സും ഒന്നും ഉപയോഗിക്കില്ല അല്ലേ. ആ സമയത്ത് തണുപ്പ് കാലത്ത് എസ്പെഷ്യലി ഇത് നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ലൈമറ്റ് കണ്ടീഷൻസ് അധികം വലിയ വേരിയേഷൻസ് ഇല്ല. റെയിനി സീസണും സമ്മർ സീസണും ഉണ്ട്. സമ്മർ സീസണിൽ നമുക്ക് യൂണിഫോം സെയിം തന്നെയാണ്. റെയിനി സീസണിൽ നമുക്ക് യൂണിഫോം മാറുന്നില്ല. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് നോർത്ത് ഇന്ത്യ. ഓക്കെ. നോർത്ത് ഇന്ത്യയിൽ എന്ത് പറ്റും? നോർത്ത് ഇന്ത്യയിൽ
പിന്നെ എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് വരും. എക്സ്ട്രീം തണുപ്പുള്ള കാലാവസ്ഥ വരും, അതുപോലെ എക്സ്ട്രീം ഹോട്ടുള്ള ടൈം വരും. അപ്പോൾ അവിടെ സ്കൂളുകളിലായാലും നോർമൽ കേസിലായും 2 തരത്തിലുള്ള യൂണിഫോം ഉണ്ടാകും കുട്ടികൾക്ക്. ഈ പിന്നെ വിൻ്റർ സീസണിലുണ്ടല്ലോ, തണുപ്പുള്ള സമയത്ത് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ പിള്ളേർ യൂണിഫോമിന് തന്നെ പാൻറ്റും ഷർട്ടും ഫുൾ കൈ ഷർട്ടും ആയിരിക്കും. അതിൻ്റെ മേലെ യൂണിഫോമിൻ്റെ സെറ്റർ ഉണ്ടാവും, മങ്കി ക്യാപ്പ് ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും, അതുപോലെ സോക്സും ഷൂ എല്ലാം ഉണ്ടാവും. ഇതൊന്നും ഊരാൻ പറ്റത്തില്ല അവിടെ. അത് ഭയങ്കര തണുപ്പായിരിക്കും. ഓക്കെ, അവിടെ ഇപ്പം ആ സമയങ്ങളിൽ നമുക്ക് സൂര്യനെ കാണാൻ പോലും ചില സമയം കിട്ടാറുണ്ടാവില്ല. മിസ് ഒരു 10 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിസ്സിന് അത് കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ വളരെയധികം തണുപ്പാണ്. ആ സമയത്ത് നമുക്ക് സൂര്യനെ പോലും ആഴ്ചകളോളം കാണാൻ പറ്റാത്ത തണുപ്പ് വരും, അത്രയും തണുപ്പ് വരും. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നില്ല ഇവിടെ അല്ലേ. നമുക്ക് മഴയുണ്ട്, അല്ലാണ്ട് അങ്ങനെ അധികം ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട്. അത്യാവശ്യം കമ്പിളി ഉടുപ്പൊക്കെ ഉടുക്കുക അല്ലേ, ഇടുക. അതുപോലെ നമുക്കിപ്പം കമ്പിളി പുതപ്പൊക്കെ ഉപയോഗിച്ച് ഉറങ്ങാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നോർമൽ ബ്ലാങ്കറ്റ് മതിയല്ലേ. പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പറ്റത്തില്ല. അവർക്ക് കിൽറ്റ് ഞാൻ മിസ് പറഞ്ഞല്ലോ, ചെറിയ ബെഡ് പോലത്തെ സാധനം, ആ സാധനം പുതച്ചുകൊണ്ടാണ് അവർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ, ഇപ്പം നവംബറിൽ അവിടെ തണുപ്പ് തുടങ്ങും. ഓക്കെ, ആ സമയത്തൊക്കെ അത് ഉപയോഗിച്ചാണ് അവർ. അപ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ ഭക്ഷണവും വ്യത്യാസമുണ്ട്. ഈ തണുപ്പ് കാലത്ത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും വ്യത്യാസമുണ്ട്. കൂടുതൽ പിന്നെ ചൂട് കിട്ടുന്ന ഹോട്ട് ഭക്ഷണമായിരിക്കും കഴിക്കുക. ആ സമയത്ത് എക്സ്ട്രീം സമ്മർ വരുമ്പോൾ അവരുടെ ഡ്രസ്സ് മൊത്തം മാറും. നല്ല കോട്ടൺ ഡ്രസ്സ്. അന്നേരം ഈ കമ്പിളിയുടെ സ്വെറ്ററും മങ്കി ക്യാപ്പും ഗ്ലൗസും ഒന്നും ഉണ്ടാവില്ല. എറിക്, ലിസൺ ഹിയർ. ഓക്കെ, ക്ലോത്ത്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു അസ് എ ഹൗസ് അല്ലേ. ഇനി പറയുന്നു വസ്ത്രങ്ങൾ എന്നത് നമുക്കൊരു വീട് പോലെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. നമുക്ക് വൈ വി നീഡ് ഹൗസ്? എന്തിനാ നമുക്ക് വീട് ആവശ്യം? വീടിൻ്റെ ആവശ്യം എന്താ? എന്തിനാ വീടിൻ്റെ ആവശ്യം? എന്തിനാ? ഹൗസ് പ്രൊട്ടക്ട് us ഫ്രം ഹീറ്റ്, റെയിൻ അല്ലേ. ഇറ്റ് ഗീവ് us ഷെൽട്ടർ, isn't it? Just like we need clothes also. Then next is, why do we need clothes? നമുക്ക് എന്തിനാണ് വസ്ത്രങ്ങളുടെ ആവശ്യം? ഗുഡ് ക്ലോത്ത്സ് മേക്ക് us ലുക്ക് സ്മാർട്ട്. കണ്ടോ, ഗുഡ് ക്ലോത്ത്സ് മേക്ക് us ലുക്ക് സ്മാർട്ട്. നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ നമ്മൾ സ്മാർട്ടായിട്ട് കാണപ്പെടും. നമ്മളല്ലേ ഇപ്പം നമുക്ക് പല മോഡലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കും അല്ലേ. ഇപ്പം കടയിൽ പോയാൽ വിലയല്ല നോക്കുന്ന സ്റ്റൈലാണല്ലേ. എന്തിനാണ്? ടു ലുക്ക് സ്മാർട്ട് അല്ലേ. സുന്ദരന്മാരും സുന്ദരികളാകാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ. എനിക്ക് ആ കളർ വേണ്ട, എനിക്ക് ഈ കളർ മതി, എനിക്ക് അവിടെ കൈക്ക് പിന്നെ ഉയരം കൂടിയ കൈയുള്ളത് വേണം, നീളം കൂടിയ കൈയുള്ളത് വേണം അല്ലേ. പല ഡിമാൻഡ്സുകളല്ലേ നമുക്കുള്ളത് അല്ലേ. ബ്ലൂ വര വേണ്ട, ബ്ലാക്ക് വരയുള്ളത് മതി. ബേസിക്കലി ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് us ഫ്രം ഹീറ്റ്, സൺ. ഓക്കെ, അപ്പോൾ ഈ ഡ്രസ്സുകളെല്ലാം ഇതിന് സഹായിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയ, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ സ്മാർട്ടാക്കി കാണാൻ ആരാണ് നിഹാരയ്ക്ക് കൂട്ടുവന്നിരിക്കുന്നത്? സഹായിക്കുന്ന ഡ്രസ്സുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഗുഡ് ക്ലോത്ത്സ് മേക്ക് us ലുക്ക് സ്മാർട്ട്. ദേ പ്രൊട്ടക്ട് അവർ ബോഡി ഫ്രം ഡസ്റ്റ്, ഹീറ്റ്, കോൾഡ്, റെയിൻ ആൻഡ് ഇൻസെക്ട് ബൈറ്റ്സ്. കണ്ടോ, എന്തൊക്കെയാണ്? ഡ്രസ് പ്രൊട്ടക്ട് us ഫ്രം ഡസ്റ്റ്, പൊടികളിൽ നിന്ന് സഹായിക്കും. ഹീറ്റ്, ചൂടിൽ നിന്നും രക്ഷപ്പെടുത്തും. കോൾഡ്, റെയിൻ ആൻഡ് ഇൻസെക്ട് ബൈറ്റ്സ്. റെയിൻ കോട്ട്സ് ഉപയോഗിച്ചാൽ, നല്ല മഴയുള്ള സമയത്ത് നമുക്ക് റെയിൻ കോട്ട്സ് ഉപയോഗിച്ചാൽ നമുക്ക് മഴ നനയാതെ രക്ഷപ്പെടാൻ പറ്റും അല്ലേ. റെയിൻ കോട്ട്സ് ഉണ്ട്. അതുപോലെ ഇൻസെക്ട് ബൈറ്റ്, നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോഴോ അല്ല ഫുൾ ടൈം ആയാലും ഫുൾ സ്ലീവ് ഇട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസെക്റ്റുകൾ, അതായത് മോസ്കിറ്റോ ഒക്കെ കടിക്കുന്നതിൻ്റെ സാഹചര്യം വളരെ കുറഞ്ഞു കിട്ടും. നെക്സ്റ്റ്, ഇഫ് വി വിയർ ദ സെയിം ഡ്രസ് ഫോർ മെനി അവേഴ്സ് ഇറ്റ് ബിക്കം ഡേർട്ടി അല്ലേ. നമ്മളൊക്കെ എല്ലാ ദിവസവും കുളിച്ച് ഡ്രസ്സ് മാറ്റുന്നവരാണ് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തിനാണ് ഡ്രസ്സ് മാറ്റുന്നത്? എല്ലാ ദിവസവും ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാൽ പോരെ? ഒരു ഫുൾ ഡേ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാൽ പോരെ? എന്തിനാണ് നമ്മളിത് മാറ്റുന്നത്? ഇഫ് വി വിയർ ദ സെയിം ഡ്രസ് ഫോർ മെനി അവേഴ്സ് ഇറ്റ് ബിക്കം ഡേർട്ടി അല്ലേ. ഡേർട്ടി ആയ ഡ്രസ്സ് നമ്മളെ കാണാൻ സ്മാർട്ട് ഉണ്ടാവില്ല. മോർ ദാൻ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻ ജേംസ് അല്ലേ. ഇൻഫെക്ഷൻ വരും നമുക്ക്, അതിനകത്ത് അണുക്കളുണ്ടാവും ഒരുപാട്. അപ്പോൾ എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഡ്രസ്സ് മാത്രമാണ് ധരിക്കേണ്ടത്. ഡസ്റ്റ് സെറ്റിൽസ് ഓൺ ഇറ്റ്.
dirty for hours, it become dirty, dust settles on it. If we do not wear clothes, the dirt would stick to our body. കണ്ടോ, നമ്മൾ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളൊന്ന് വീണു, എന്താ പറ്റുക? ആ ചെളി മുഴുവൻ നമ്മുടെ മേത്താ പറ്റുക അല്ലേ? ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിലോ, അത് നമ്മുടെ ഡ്രസ്സിൽ പറ്റുള്ളൂ. നമുക്ക് ആ ഡ്രസ്സ് അങ്ങ് മാറിയാൽ നമ്മൾ നീറ്റാ അല്ലേ? അപ്പോൾ അത് നമ്മൾ ഡ്രസ്സ് ധരിക്കാതിരുന്നാൽ നമ്മൾ ഡസ്റ്റിലും ജേംസും ഒക്കെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടും. ക്ലോസ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡസ്റ്റ്. മനസ്സിലായില്ലേ? പൊടിയിൽ നിന്നും അല്ലേ? നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെയാണ് കാറ്റടിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നല്ല ഡസ്റ്റ് ഉണ്ടാവും അറ്റ്മോസ്ഫിയറിൽ. അപ്പം നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്ത് അത് ഡയറക്റ്റായിട്ട് വന്ന് പതിക്കും. നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിലല്ലേ പറ്റുള്ളൂ. അത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയി പോകും. സോ ക്ലോസ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡസ്റ്റ്. നെക്സ്റ്റ്, പീപ്പിൾ ഹു വർക്ക്സ് ഇൻ ദ സൺ ഫോർ എ ലോങ് ടൈം ബിക്കം ടാൻഡ്. എന്താ? നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നോക്കിക്കേ. നമ്മുടെ ഉടുപ്പൊക്കെ ഉള്ള ഭാഗത്ത് കൈക്ക് നല്ല വെള്ള കളറില്ലേ? കൈയുടെ ഉള്ളല്ല, കൈയുടെ ഇവിടെ ഹാൻഡ് നോക്കിക്കേ. ഡ്രസ്സിൻ്റെ എത്ര വരെ നീളമുണ്ട്, അതിന് ഈ ഭാഗം നല്ല വെളുത്തിരിക്കും അല്ലേ? ബാക്കി ഭാഗത്തിൻ്റെ കളർ മാറും. എന്തുകൊണ്ടാണ്? അവിടെ സൺലൈറ്റ് നേരിട്ട് വന്ന് അടിക്കുമ്പോൾ നമ്മുടെ കളർ മങ്ങിപ്പോവും അല്ലേ? ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഡ്രസ് ക്യാൻ പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹീറ്റ് ഓഫ് സൺ. സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ഡ്രസ്സ് സംരക്ഷിക്കുക എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മുടെ കൈ എടുത്ത് നോക്കിയാൽ തന്നെ അല്ലേ? പീപ്പിൾ ഹു വർക്ക്സ് ഇൻ ദ സൺ ഫോർ എ ലോങ് ടൈം ബിക്കം ടാൻ. The covered part of our body is usually fairer than the uncovered part. അല്ലേ? അത് നമുക്ക് അനുഭവമുണ്ട്. This shows that clothes protect us from the heat of sun. Next, during winter, we wear warm clothes that protect us from cold. നോക്കിക്കേ, ഡ്യൂറിങ് വിന്റർ, തണുപ്പ് കാലത്ത്, വി വിയർ വാം ഡ്രസ്, ചൂട് തരുന്ന വസ്ത്രം, വി വിയർ വാം ഡ്രസ് ക്ലോസ് ടു പ്രൊട്ടക്ട് ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്നും അല്ലേ? നമുക്ക് പിന്നെ തണുപ്പടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ കേസിലായാലും ഒരു കമ്പിളി എടുത്ത് പൊതിക്കും, ഇല്ലായെങ്കിൽ ഒരു പുതപ്പ് എടുത്ത് പൊതിക്കും അല്ലേ? മഴക്കാലത്ത് നമുക്ക് നല്ല സുഖമല്ലേ? പുതപ്പൊക്കെ പൊതിച്ചിങ്ങനെ മൂടിപ്പൊച്ച് കിടക്കാൻ നല്ല സുഖമല്ലേ? അതോ ചൂടുകാലത്താണോ അങ്ങനെ രസം? എന്താണ്? ചൂടുകാലത്താണോ മഴക്കാലത്താണോ മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ സുഖം എപ്പോഴാ? മഴക്കാലത്തല്ലേ? അല്ലേ? മഴക്കാലത്തല്ലേ? ചൂടുകാലത്ത് മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ രസമുണ്ടോ? ആവി എടുക്കും അല്ലേ? ഓക്കെ. ദെൻ വി ഗോ ഔട്ട് ഇൻ ദ റെയിൻ, വി വിയർ റെയിൻ കോട്ട്സ് അല്ലേ? എല്ലാവർക്കും റെയിൻ കോട്ടൊക്കെ ഇല്ലേ? നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പിന്നെ സ്കൂട്ടിയിലും ബൈക്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ റെയിൻ കോട്ട് ഉപയോഗിക്കും. കാരണം കുട പിടിച്ചിട്ട് പോകാൻ പറ്റില്ല. അതായത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ വി യൂസ് റെയിൻ കോട്ട്, നനയാതെ ഇരിക്കാൻ പറ്റും അല്ലേ? During winter, we wear warm clothes that protect us from cold. When we go out in the rain, we wear raincoats. They are made of waterproof material. എന്താണ് waterproof material എന്ന് പറഞ്ഞാൽ? എന്താണ് waterproof material എന്ന് പറഞ്ഞാൽ? ത്രൂ വിച്ച് വാട്ടർ കനോട്ട് പാസ് ആണ് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ. അതായത് വെള്ളത്തിന് കടന്നു പോകാൻ പറ്റാത്ത ആ ഡ്രസ്സിലേക്ക് മഴവെള്ളം വീണാൽ അത് ഉള്ളിലേക്ക് കടന്നു വരില്ല. കാരണം അതിനെ ഉള്ളിലേക്ക് കടത്തി വിടില്ല, അതങ്ങ് ഒഴുകിപ്പോവും. അതാണ് വാട്ടർ പ്രൂഫ്. ഓക്കെ. ബുള്ളറ്റ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ മക്കളെ? എന്നതാ കേട്ടിട്ടുണ്ടോ? എന്താന്ന് ഒന്ന് ചോദിച്ചു നോക്കണേ പേരൻസിനോട്. എന്താ ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് ചോദിച്ചു നോക്കണം. വാട്ടർ പ്രൂഫ് മിസ് പറഞ്ഞു തന്നു, വെള്ളം ഉള്ളിൽ കിടക്കാത്തതാണ്. ഓക്കെ. എന്നാൽ ഇതുപോലെ ഒരു വേറെ സാധനമുണ്ട്, ബുള്ളറ്റ് പ്രൂഫ് എന്ന സാധനം. അതെന്താണെന്ന് അന്വേഷിച്ച് നോക്കണം. ഓക്കെ, റെഡിയാണോ? ആരാണ് കൈ ഉയർത്തുന്നത്? അതെ, എന്താ ഷെസിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ? ബുള്ളറ്റ് അകത്തേക്ക് കടക്കാത്തത്. ഗുഡ്. ബുള്ളറ്റിനെ കടത്തി വിടാത്തല്ലേ? ഗുഡ്. Next, we wear long sleeved clothes at night. We can protect ourselves from mosquito bites. If we wear full long sleeved clothes, അല്ലേ? കൈക്ക് ഫുൾ നീളമുള്ള ക്ലോത്ത്സ് ആണ്. റിലു മോളെ, turn on your video. Okay, if we wear long sleeved clothes at night, we can protect ourselves from mosquito bite. Mosquito bite ൽ നിന്ന് നമുക്ക് നമ്മളെ ഉൾപ്പെട്ടുകയാണെങ്കിൽ cloth therefore protect us from insect bite too. കണ്ടോ? അങ്ങനെ ഇൻസെക്റ്റിന്റെ കടിയിൽ ഏൽക്കാതെ നമ്മളെ ക്ലോത്തുകൾ സംരക്ഷിക്കും. ഇനി മെറ്റീരിയൽ ഫോർ ക്ലോത്ത്. നെക്സ്റ്റ് പോർഷൻ ഈസ് മെറ്റീരിയൽ ഫോർ ക്ലോത്ത്. We can make clothes using different type of material. Okay, anybody can say one or two materials which we use for making clothes?
Eric, can you say unmute? Eric, unmute ചെയ്തമനെ. Can you say anything? Any material we use for making clothes? Unmute ചെയ്തേ. Now you can say. Fiber. Huh? Fiber. I can't hear. Cotton. Cotton. Good. Fiber. Which fiber? Which type of fiber? We have already completed this lesson. This is only revision. Okay. 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 Oh, no. Material for clothes. First one is, there are two main types. What are they? First one is natural and second one is synthetic. First one is natural and the second one is synthetic. Two groups of materials mainly we use for making clothes. First one is natural. Said along with me. Miss Noda parane natural. Natural. Second one synthetic. What is that? Synthetic. Natural and synthetic. Next first one is natural. Natural fibers are made from part of plants or animals. Then what is meant by natural fibers? Natural fibers are made from part of plants or animals. ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയോ പാർട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്നോ നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണ് നാച്ചുറൽ. എക്സാമ്പിൾ, വി ഗെറ്റ് ഫൈബേഴ്സ് ലൈക്ക് കോട്ടൺ, ജൂട്ട്, ലിനൻ ഫ്രം പ്ലാന്റ്സ്. അല്ലേ? വി ഗെറ്റ് ഫൈബേഴ്സ് ലൈക്ക് വൂൾ, സിൽക്ക് ആൻഡ് ഫർ ഫ്രം ആനിമൽസ്. കമ്പിളിയും സിൽക്കും ഫറും രോമക്കുപ്പൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ്. Next one is synthetic fibers. Synthetic fibers like nylon, rayon and polyester are not found in nature. Synthetic fibers പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്നതാണ്. സഫയെ അടങ്ങിയിരുന്ന മോളെ, അത് റെക്കോർഡിംഗ് വരുന്നല്ലേ? Synthetic fibers like nylon, rayon and polyester are not found in nature. ഇതൊന്നും പ്രകൃതിയിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. Because that is not natural thing. They are prepared artificially and are called man-made fabrics. What are they? Man-made fabrics. നമ്മൾ പഠിച്ചില്ലേ man-made thingsഉം അല്ലേ natural thingsഉം. സഫ ആരോടാണ് സംസാരിക്കുക ആക്ഷൻ കാണിക്കുകയും ചെയ്യുന്നത്? മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ കളിക്കുന്നതൊക്കെ. ഇത് ചിരിക്കണ്ട, മിസ് കാണുന്നു, അതും കാണുന്നുണ്ട്. നീ അവൾ ചിരിച്ചു കാണിക്കുന്ന മിസ് കാണുന്നുണ്ട്. ഓക്കെ. ദെൻ ദിസ് ഫൈബ്രിക്സ് ആർ സ്ട്രെച്ചബിൾ. സ്ട്രെച്ചബിൾ മീൻസ് വലിച്ചു നീട്ടാൻ പറ്റുന്ന, വാട്ടർ പ്രൂഫ് വെള്ളം കടത്തിവിടാത്ത, ആൻഡ് റിങ്കിൾ ഫ്രീ മീൻസ് ചുളിവ് വരാത്തത്. ഓക്കെ, ചുളിവ് അധികം വരില്ല. They dry very quickly. അതാണ് അതിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അവർക്ക് കാരണം കട്ടി കുറവായിരിക്കും, തിന്നായിരിക്കും. അതുകൊണ്ട് they can dry very quickly. Synthetic fabrics are non-porous. Then what is meant by non-porous? What is meant by that? Something that does not allow water or air to pass through it. വെള്ളത്തിനെയോ വായുവിനെയോ ഒന്നും കടത്തിവിടാത്തതാണ്. ഈ വസ്തുക്കൾ നമ്മൾ ചൂടുകാലത്ത് ഉപയോഗിച്ച് നമുക്ക് ആവി കൂടും, ചൂട് കൂടും. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചൂടിനെ പുറത്തേക്ക് പോകാതെ അത് തടഞ്ഞു വെക്കും. സോ നമുക്ക് ഓരോ ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സസ് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാച്ചുറൽ ഡ്രസ്സ് വളരെ നല്ലതുമാണ്. Next portion, the clothes we wear. In hot weather, we wear clothes made of cotton. കോട്ടണിൽ നിന്നും ഉണ്ടാക്കിയ കോട്ടൺ തുണികളാണ്. അതിൽ പരുത്തിയിൽ നിന്നും, കോട്ടൺ നമ്മൾ പറയുന്ന പരുത്തി അല്ലേ, കോട്ടൺ ഫൈബർ കൊണ്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്തുകൊണ്ടാണ്? വൈ വാട്ട്സ് ദ റീസൺ? The reason is that cotton clothes allow the body heat to escape. Cotton clothes
allow the body heat to escape. നമ്മൾ കോട്ടൺ ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൂടുകാലത്തുണ്ടാകുന്ന ചൂട് അത് പുറത്തേക്ക് പൊക്കോളും. ബിക്കോസ് ദാറ്റ് ഈസ് പോറസ്, കടത്തിവിടുന്നതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, അതിനെ കടത്തിവിടും. പക്ഷെ പോളിസ്റ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ പോറസ്, അത് നമ്മൾ ഈ ചൂടിനെ കടത്തിവിടുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ പുറത്ത് പോവാതെ അവിടെ നിൽക്കും. പ്രത്യേകിച്ച് ടൈറ്റ് ഡ്രസ്സൊക്കെയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഡ്രസ്സസ് ധരിക്കണം എന്ന് പറയാൻ കാരണം ദാറ്റ് വിൽ ഹെൽപ്പ് അവർ ബോഡി. കോട്ടൺ ക്ലോത്ത് അബ്സോർബ് സ്വെറ്റ് ഓൾസോ. കണ്ടോ, കോട്ടൺ വസ്ത്രങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വിയർപ്പ് വലിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിക്ക് കൂടുതൽ സേഫ്റ്റി ആവും. വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് ക്ലോത്ത് സൂട്ട് the hot weather because they reflect the heat and keep the body cool. കണ്ടോ, കാലാവസ്ഥക്കനുസരിച്ച് മെറ്റീരിയൽ മാത്രമല്ല, we want to change, we want to select good colors also. Okay, which colors are more suitable for in winter season? White and light colored. Why? Because it reflects the heat. ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും, പ്രതിഫലിച്ച് തിരിച്ചുവിടും. ആൻഡ് കീപ്പ് അവർ ബോഡി കൂൾ, നമ്മുടെ ശരീരത്തെ ബോഡിയെ കൂളായിട്ട് സൂക്ഷിക്കും. കാരണം ഈ എക്സ്ട്രീം സമ്മറിലൊക്കെ നമ്മൾ കോട്ടൺ ഡ്രസ്സാണ് ധരിക്കുന്നത്, നമുക്ക് ക്ഷീണം ഒത്തിരി കുറവുണ്ടാവും. ആ സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സസായിട്ട് നമ്മൾ വേഗം ക്ഷീണിച്ച് ടയേർഡായി പോകും. നമുക്ക് പല സ്കിൻ ഡിസീസസ് വരും. കാരണം നമ്മുടെ ബോഡി ഹീറ്റ് പിന്നെ പുറത്തു പോവില്ല അല്ലേ, അത് ഉള്ളിൽ തന്നെ കെട്ടി നടക്കും, നമുക്ക് പല രോഗങ്ങളും വരും. സോ നമ്മൾ സമ്മർ സീസണിൽ എപ്പോഴും കോട്ടൺ ഡ്രസ്സ് ധരിക്കണം. കാരണം അത് ഹീറ്റിനെ പാസ് ചെയ്ത് വിടും. കൂടാതെ ഇത് അബ്സോർബ് സ്വെറ്റ് ആൻഡ് മേക്ക് അവർ ബോഡി കൂൾ. അത് നമ്മുടെ വിയർപ്പിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ തണുപ്പായിട്ട് സൂക്ഷിക്കും. ഇതെല്ലാം നമുക്ക് വേണ്ടേ? ചൂടുകാലത്ത് നമുക്ക് ആശ്വാസം കിട്ടുന്നത് തണുപ്പ് കിട്ടുമ്പോഴല്ലേ. So, in cold weather, just opposite ആണ്. In cold weather, we wear woolen clothes. ഉണ്ടോ, തണുപ്പ് കാലത്ത് നമ്മൾ വൂളൻ കമ്പിളി ഉടുപ്പുകൾ ഉപയോഗിക്കുന്നു. Woolen clothes prevent the body heat from escaping and keep our body warm. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്? Why? What is the reason? In cold weather, we wear woolen clothes. Why? Because woolen clothes prevent the body heat from escaping and keep our body warm. People living in different regions, we wear different type of clothes. We have only 9 minutes left. So, നമുക്ക് ആ പാഠം തീർക്കാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. People living in different regions wear different type of clothes depending on climate and local custom. The dresses for a person living in Srinagar will be different from that of a person living in Chennai. ശ്രീനഗറിലുള്ള ശ്രീനഗറിലുള്ള ആൾക്കാർ ധരിക്കുന്ന ഡ്രസ്സ് അല്ല ചെന്നൈയിലുള്ളത്. കാരണം ക്ലൈമറ്റിക് കണ്ടീഷൻസും വ്യത്യാസമാണ്, അതുപോലെ അവരുടെ കസ്റ്റം ഒക്കെ മാറ്റമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും സെലക്ട് ആവും. നമുക്ക് വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം ഇത് ഏത് പ്രദേശത്ത് നിന്ന് ഏത് സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളാണെന്ന് നമുക്ക് അവരുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഡ്രസ്സ് ഇത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. People in different countries wear different type of clothes. അല്ലേ, അതുപോലെ തന്നെ ഒരു രാജ്യത്തെ തന്നെ ഡിഫറെൻറ്റ് പ്ലേസസിലുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ നമുക്ക് ഡ്രസ്സ് കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ രാജ്യങ്ങളിലെ ആൾക്കാർ ഏത് രാജ്യത്തു നിന്ന് അവർ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രത്യേകതകളുള്ള വസ്ത്രധാരണ രീതിയുണ്ട്. സം ഓഫ് ദീസ് ക്ലോത്ത്സ് ഹാവ് ബിക്കം നാഷണൽ ഡ്രസ്. അല്ലേ, ഒരേ സ്ഥലത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുള്ള ഡ്രസ്സസ് ഉണ്ട്. ആ ഡ്രസ്സിൽ ചിലതിനെ രാഷ്ട്രത്തിൻ്റെ ഡ്രസ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഈസ് അവർ നാഷണൽ ഡ്രസ്? സാരി. അല്ലേ, ദ നാഷണൽ ഡ്രസ് ഓഫ് ഇന്ത്യൻ വുമൺ ഈസ് സാരി ആൻഡ് ദാറ്റ് ഓഫ് ജപ്പാനീസ് വുമൺ ഈസ് കിമോനോ. വാട്ട് ഈസ് ദാറ്റ്? കിമോനോ. Clothes at workplace. People wear special clothes for specific work. Doctors and nurses wear white clothes. People working in factories wear overalls. A soldier wears a uniform made from tough material so that it does not tear easily. കണ്ടോ, ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ പിന്നെ വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സോൾജേഴ്സൊക്കെ ടഫ് മെറ്റീരിയൽ കൊണ്ടുള്ള അതാണ്. കാരണം അത് പെട്ടെന്ന് കീറിപ്പോവാതിരിക്കണം അല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് അവർ ഉപയോഗിക്കുന്നത്. യു വിയർ എ യൂണിഫോം ടു സ്കൂൾ സോ യു ക്യാൻ ബി റിക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ യൂണിഫോമാണ് ധരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് മനസ്സിലാവും.
Next, socks and shoes. We wear socks and shoes to protect our feet from dust, heat, cold, germs, and worms. Walking barefoot can cause cuts. Dirt, germs, and worms may get into the cut and cause an infection. Do not wear wet or dry socks or tight shoes. നോക്കാം ഇനി നമ്മളുടെ കാലിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. Eric, listen here. We wear socks and shoes to protect our feet from dust, heat, cold, germs and worms. അല്ലേ, നമ്മുടെ കാലുകൾ, ശരീരത്തെ മാത്രമല്ല നമ്മുടെ കാലുകളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. സോ in order to protect our legs or feet from dust, heat, cold and germs, we want to wear socks and shoes. Then എന്താണ് ഇനി, what are the important points we must care when we select shoes and socks? We do not wear wet or dirty socks. ഈർപ്പമുള്ള വൃത്തികെട്ട സോക്സുകൾ നമ്മൾ ധരിക്കാൻ പാടില്ല. അത് നമ്മൾ എന്തിനാണോ നമ്മൾ സോക്സ് ഉപയോഗിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റാണ് ബോഡിയിൽ ഉണ്ടാക്കുക അല്ലേ. ഇറ്റ് വിൽ നോട്ട് ഗീവ് പ്രൊട്ടക്ഷൻ. വെറ്റാണെങ്കിൽ കാലിനൊക്കെ അതിന് സ്കിന്നിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഡേർട്ടി സോക്സ് ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻസ് നമുക്കുണ്ടാവും. അത് ടൈറ്റ് ഷൂസ് ആണെങ്കിൽ കാലങ്ങൾ ടൈറ്റായിട്ട് ഇരിക്കുക, അത് ദിവസമൊക്കെ പിന്നെ പെയിൻ ഉണ്ടായി വളരെയധികം എയർ സർക്കുലേഷൻ മര്യാദ നടക്കാത്തതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായി വരും. നെക്സ്റ്റ്, കെയർ ഓഫ് ക്ലോത്ത്സ്. Okay, clean clothes make us look smart and feel comfortable. Dirty clothes can cause skin diseases. We must always wear clean clothes to stay healthy. നമ്മൾ എപ്പോഴും നല്ല ഡ്രസ്സുകൾ ധരിച്ചാലാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. Dirty clothes should be washed with soap or detergent. Soap കൊണ്ടോ ഡിറ്റർജൻറ്റ് കൊണ്ടോ ചെയ്യണം. After washing, the clothes should be dried in the sun. Clothes should be ironed to look neat. Silk and woolen clothes should be washed with mild soap or detergent. They can be spent for dry cleaning too. A tear in a dress should be mended in time. Remember, a stitch in time saves 9. ഇനി പറയുന്നത് എന്താണ്, ഇനി നമ്മൾ എങ്ങനെയാണ് why we want to keep or protect our dresses. Dirty clothes should be washed with soap or detergent. വൃത്തികേടായ വസ്ത്രങ്ങളെ നമ്മൾ സോപ്പോ ഡിറ്റർജൻറ്റോ ഉപയോഗിച്ച് വാഷ് ചെയ്യണം. സാധാരണ രീതിയിൽ വെറുതെ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അതിൽ അഴുക്കുകൾ പോവില്ല. സോ നമ്മൾ സോപ്പോ ഡിറ്റർജൻറ്റിനോ ഉപയോഗിക്കണം. ആഫ്റ്റർ വാഷിംഗ്, ദ ക്ലോത്ത് ഷുഡ് ബി ഡ്രൈഡ് ഇൻ സൺ. വെയിലത്തിട്ട് തന്നെ ഉണങ്ങിയെടുക്കണം. കാരണം തണലത്തിട്ട് ഉണങ്ങിയെടുത്താൽ ഇതിനേക്കാൾ കൂടുതൽ ജേംസിനെ കൊല്ലാൻ എപ്പോഴും സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ വെയിലത്തിട്ട് തന്നെ ഡ്രസ്സുകൾ ഉണങ്ങിയെടുക്കണം. ക്ലോത്ത് ഷുഡ് ബി അയേൺഡ് ടു ലുക്ക് നീറ്റ്. വസ്ത്രങ്ങൾ നമ്മളെപ്പോഴും അയേൺ ചെയ്ത് ഉപയോഗിച്ചാൽ നീറ്റായിട്ട് കാണപ്പെടും. സിൽക്സ് ആൻഡ് വൂളൻ ക്ലോത്ത് ഷുഡ് ബി വാഷ്ഡ് വിത്ത് മൈൽഡ് സോപ്പ് ഓർ ഡിറ്റർജൻറ്റ്. സിൽക്കും വൂളൻ ഡ്രസ്സുകളും അതിൻ്റെതായ സോപ്പുകൾ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസിനെയും വാഷ് ചെയ്യാൻ വേണ്ടി അതിന് സ്യൂട്ടബിളായ ഡിറ്റർജൻറ്റും സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അത് അതിൻ്റെ ഫാബ്രിക്സിന് പ്രശ്നം വരും, ഡ്രസ്സ് കളർ ഫെയ്ഡാവും, വേഗം ടിയർ ആയി പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. സോ നമ്മൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് സ്യൂട്ടബിളായ ഡിറ്റർജൻറ്റ് മാത്രം ഉപയോഗിച്ച് മാത്രമേ അതിനെ വാഷ് ചെയ്യാൻ പാടുള്ളൂ. They can be sent for dry cleaning too. A tear in a dress should be mended in time. അത് എവിടെയെങ്കിലും ഒരു ഡ്രസ്സിന് ചെറിയ കീറൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് അന്ന് ഓൺ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആ കീറിങ് കീറി അത് ഉപയോഗപ്പെടാതായി പോവും. കൂടാതെ എന്തിനാണോ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് ആ ഉദ്ദേശം നടക്കാതെ വരും. ദാറ്റ് മീൻസ് ആ കട്ടിലൂടെ ഇൻഫെക്ഷൻ വരും, ജേംസ് ഉള്ളിൽ കയറും അല്ലേ, പെട്ടെന്ന് ഡ്രസ്സ് നശിച്ചു പോവുകയും ചെയ്യും. സോ അത് നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അതിനെ നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ നമുക്ക് വളരെ കാലം ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റും. എ പേഷ്യൻസ് ക്ലോത്ത് മസ്റ്റ് ബി ഓൾവേസ് ഡിസ്ഇൻഫെക്റ്റഡ് വിത്ത് ആൻറ്റിസെപ്റ്റിക് ലോഷൻ. മിസ് പറഞ്ഞല്ലേ, അതെ, നമ്മളുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ പേഷ്യൻ്റ് ആയത് തന്നെ ജേംസ് അറ്റാക്ക് ഉണ്ടായത് കൊണ്ടാണല്ലേ. സോ അപ്പോൾ ഓൾറെഡി എന്തായാലും 100% അവരുടെ ഡ്രസ്സിൽ ജേംസ് ഉണ്ടാവും. അപ്പോൾ അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അടുത്ത ആളിലേക്ക് പകരുകയും ചെയ്യും. കൂടാതെ ഇയാളുടെ അസുഖം ഭേദമാകാൻ പേഷ്യൻ്റെ രോഗം ക്യൂറാകാൻ കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻ്റെ ഡ്രസ്സുകൾ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്യണം. നെക്സ്റ്റ്, സോർട്ടിങ് ഓഫ് ക്ലോത്ത്. Storing of clothes. Clothes we need good care
എസ്പെഷ്യലി സിൽക്ക് ആൻഡ് വൂളൻ ക്ലോത്ത് ബിക്കോസ് certain insects feed on silk and wool. ഇനി ഓരോതരം മെറ്റീരിയൽ ഏതുതരം മെറ്റീരിയൽ കൊണ്ടാണ് ഡ്രസ്സ് ഉണ്ടാക്കുന്നത് അതിനെ വാഷ് ചെയ്യാൻ അതിന് പറ്റിയ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് എന്ത് അത് സൂക്ഷിക്കുന്ന വിധത്തിലും അതിൻ്റേതായ മാറ്റമുണ്ട്. കാരണം ഈ പിന്നെ സിൽക്കും വൂളൻ ഡ്രസ്സും ഒക്കെ നമ്മുടെ ഈ ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്, ഫേവറേറ്റ് ആണ്. സോ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മൗത്ത് ബാൾസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നീം ലീവ്സിൻ്റെ ഡ്രൈഡ് നീം ലീവ്സ് ഉപയോഗിക്കണം. ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൗത്ത് ബോൾസ് ഉപയോഗിച്ചാൽ നമുക്ക് ഡ്രസ്സ് സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ കീപ് മൗത്ത് ബോൾസ് ആൻഡ് കീപ് ഇൻസെക്റ്റ് അവേ. പ്രോപ്പർ കെയർ ഓഫ് ക്ലോത്ത് മേക്ക് ദം ലാസ്റ്റ് ലോങ്. നല്ല രീതിയിൽ ഡ്രസ്സ് സൂക്ഷിച്ചാൽ അത് വളരെ കാലം നിലനിൽക്കും. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷനും ഓവറായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേയിൽ ഞാൻ നോട്ട് സെൻഡ് ചെയ്ത് തരാം. അത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം ആശ്രയിക്കുന്ന കുട്ടികൾ അത് നോട്ട് മിസ്സിന് അയച്ചു തരിക, അല്ലാത്തവർ ക്ലാസ്സിൽ വരുമ്പോൾ തരിക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, ടാറ്റാ, ബൈ, സി യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം. സമയം തീരാൻ പോവാണ് കേട്ടോ.